കാസർഗോഡ് അടൂരിൽ മതിൽ തകർന്നു വീണ് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വീടിന് മുൻവശത്തെ മതിൽ തകർന്നു വീണ് കുട്ടികൾ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 14 വയസ്സുകാരൻ കാസർഗോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേലമ്പാടി പഞ്ചായത്തിൽ അടൂരിൽ സഞ്ചക്കടവ് പൊനോരം റോഡരികിലുള്ള മുഹമ്മദ് താജുദ്ദീന്റെ വീടിന്റെ മതിൽ തകർന്നു വീണാണ് 2 കുട്ടികൾ മരിച്ചത്. പൊനോരത്തെ അബൂബക്കർ സൗദ ദമ്പതികളുടെ മക്കളായ 10 വയസ്സുകാരൻ മുൻസീർ, 14 വയസ്സുകാരൻ മുസമ്മിൽ എന്നിവരാണ് മരിച്ചത്. അയൽവാസിയും ബന്ധുവുമായ താജുദ്ദീന്റെ മകൻ 14 വയസ്സുകാരൻ മുഹമ്മദ് വാഹിസ് ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻസീർ അടൂർ GVHSSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയും മുസമ്മിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ശനിയാഴ്ച വൈകിട്ട് 4:45ഓടെയായിരുന്നു നാടിന് നടുക്കിയ അപകടം. 1 മാസം മുൻപ് പണി പൂർത്തിയാക്കിയ വീടിന്റെ മതിലിനോട് ചേർന്ന റോഡരികിൽ ചെറിയ കുടിൽ കെട്ടി വഴിയോര കച്ചവടം നടത്തുകയായിരുന്നു കുട്ടികൾ. ശനിയാഴ്ച സ്കൂൾ അവധിയായതിനാൽ രാവിലെ മുതൽ 3 കുട്ടികളും ഇവിടെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് പെയ്ത കനത്ത മഴയിൽ മതിൽ തകർന്ന കുട്ടികളുണ്ടായിരുന്ന കുടിലിന് മേൽ പതിക്കുകയായിരുന്നു. കല്ലുകൾക്കും മണ്ണിനുമടിയിലകപ്പെട്ട കുട്ടികളെ പുറത്തെടുത്ത് മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുൻസീറിനെയും മുസമ്മിലിനെയും രക്ഷിക്കാനായില്ല. ദുരന്തമറിഞ്ഞ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആശുപത്രിയിലും അപകട സ്ഥലത്തുമെത്തി. കൈരളി ന്യൂസ്, കാസർഗോഡ്.